നിതിൻ, ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്നത് എറണാകുളം ജില്ലയിലാണ്, എറണാകുളം കോർപ്പറേഷനാണ്. എത്രത്തോളം ആ പ്രതീക്ഷ സക്സസ് ആവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്? തീർച്ചയായും എറണാകുളത്തെ കുറിച്ച് പറയുമ്പോൾ അത് കോൺഗ്രസിന്റെ ഒരു തട്ടകമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് നിരവധി ഉദാഹരണങ്ങൾ നിരത്തി പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും അവസാനമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണം, ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ 13 ജില്ലകളിലും കോൺഗ്രസ് അടപടലം തോറ്റപ്പോൾ എറണാകുളം ജില്ലയിലെ ബഹുഭൂരിപക്ഷം സീറ്റുകളും കോൺഗ്രസ് ആണ് ജയിച്ചു കയറിയത്. നിയമസഭാ സീറ്റുകൾ അങ്കമാലി തൊട്ട് മൂവാറ്റുപുഴ വരെയുള്ള സീറ്റുകളിൽ CPM ജയിച്ചു വരാൻ കഴിഞ്ഞത് കോതമംഗലത്തും വൈപ്പിനിലും കൊച്ചിയിലും മാത്രമാണ്, കളമശ്ശേരിയിലും മാത്രമാണ്. ബാക്കി മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ UDFന്റെ സ്ഥാനാർത്ഥികളാണ് ജയിച്ചു വന്നത്. അത്രത്തോളം സംഘടനാ സംവിധാനം അല്ലെങ്കിൽ അത്രത്തോളം സംഘടനാ കരുത്ത് എറണാകുളം ജില്ലയിൽ കോൺഗ്രസിനുണ്ട്. ജില്ലയിലെ ഭൂരിപക്ഷം ബ്ലോക്ക് പഞ്ചായത്തുകളും നഗരസഭകളും ഗ്രാമപഞ്ചായത്തുകളും ഇപ്പോഴും ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് നഷ്ടപ്പെട്ടത് എറണാകുളം കോർപ്പറേഷനാണ്, കൊച്ചി കോർപ്പറേഷൻ. ആ കൊച്ചി കോർപ്പറേഷൻ നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം പാളയത്തിലെ പട അല്ലെങ്കിൽ കോൺഗ്രസിനകത്തെ പടയും കോൺഗ്രസിനകത്തെ വിമത ശല്യവുമാണ്. എന്നാൽ ഇതിൽ നിന്ന് പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ച കോൺഗ്രസ് ഇത്തവണ അത്തരം അസ്വാരസ്യങ്ങളൊന്നുമില്ലാതെ കൃത്യമായി സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ച് ചില വിമതശല്യം ചില വാർഡുകളിലുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ അവർക്കൊന്നും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന, അതായത് ഇപ്പൊ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന ഇപ്പോൾ വിമതശല്യം വളരെ കുറവാണ്. കഴിഞ്ഞ തവണ ഒരു 50% ഉണ്ടെങ്കിൽ ഇത്തവണ 5% മാത്രമാണുള്ളൂ. അതോടൊപ്പം വിമതരെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കാർക്കും ഒരു വാർഡിലെ ജയപരാജയം നിർണ്ണയിക്കാൻ വലിയ ത്രാണിയില്ലാത്ത വിമതന്മാരാണ്. കഴിഞ്ഞ തവണ അങ്ങനെയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. മാത്രമല്ല VD സതീശന്റെ തട്ടകമാണ് എറണാകുളം, കാരണം അദ്ദേഹത്തിന്റെ ജില്ലയാണ്. അതുകൊണ്ട് തന്നെ കൊച്ചി കോർപ്പറേഷന്റെ ചുമതല അദ്ദേഹം തന്നെയാണ് നേരിട്ട് ഏറ്റെടുത്ത് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ കുറ്റമറ്റ രൂപത്തിലുള്ള സ്ഥാനാർത്ഥി പട്ടിക, ദേശീയ നേതാക്കൾ, സംസ്ഥാന നേതാക്കന്മാർ ഇവിടെ പ്രചരണത്തിനെത്തുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് എല്ലായിടത്തും പ്രചരണത്തിനെത്തുന്നു. KC വേണുഗോപാൽ നാളെ പ്രചരണത്തിനെത്തുകയാണ്. അതോടൊപ്പം തന്നെ ജില്ലയിൽ നിന്നുള്ള MLA മാർ, ഏറ്റവും കൂടുതൽ MLA മാർ ഈ ജില്ലയിലാണുള്ള യുവ MLA മാരായ റോജി M ജോൺ ഉണ്ട്, അൻവർ സാദത്ത് ഉണ്ട്, മാത്യു കോൾനാടൻ, എല്ലാ MLA മാരും പ്രചരണത്തിനെത്തുന്നു. ഹൈബി ഈഡൻ, ബെന്നി ബെഹനാൻ, ഡീൻ കുര്യാക്കോസ്, ഇടുക്കി മണ്ഡലത്തിന്റെ ഒരു ഭാഗം എറണാകുളത്ത് വരുന്നുണ്ട്. 2 യുവ MP മാരും ഒരു പരിചയസമ്പന്നായ MP യും, അതായത് ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും ബെന്നി ബെഹനാനും, ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ കൃത്യമായ പ്രവർത്തനം നടത്തുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച DCC-കളിലൊന്നാണ് എറണാകുളം DCC പ്രസിഡന്റ് നേതൃത്വത്തിൽ പ്രചരണം നടത്തുന്നു. ഇത്തരത്തിൽ എല്ലാ പഴുതുകളും അടച്ച്, കാരണം കോൺഗ്രസിന് ഇവിടെ ജയിക്കണം, കോൺഗ്രസിന് ജയിച്ചേ മതിയാകൂ എന്നതാണ് തന്നെയാണ് കോൺഗ്രസിന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കൃത്യമായി ഇവിടെ ജോലി നിർവഹിക്കുന്നുണ്ട്, ബൂത്തുകളിൽ കൃത്യമായി പ്രവർത്തനം നടത്തുന്നു. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളത്തിന്റെ നഗരമേഖലകൾ എപ്പോഴും കോൺഗ്രസിനോട് ചേർന്ന് വെക്കുന്ന മേഖലകളാണെങ്കിൽ പോലും അവിടെ രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ആളുകൾ, വലിയ തരത്തിലുള്ള ആളുകളുണ്ട്. കാരണം ഫ്ളാറ്റുകളിലും മറ്റും ജീവിക്കുന്ന ആളുകൾക്ക് ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊന്നും ഇടപെടുന്ന ആളുകളല്ല. അവരെല്ലാം ഒരുപക്ഷെ ആളുകളെ നോക്കി, വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇത്തവണ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് ഇത്തരം സ്ഥലങ്ങളിൽ രംഗത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈപ്പിൻ ഡിവിഷനിൽ വൈപ്പിൻ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച യുവ നേതാവ് ദീപക് ജോയ് ഇത്തവണ അയ്യപ്പൻകാവിൽ മത്സരിക്കുകയാണ്. അതായത് ഒരു നിയമസഭാ സീറ്റിൽ മത്സരിച്ച വ്യക്തിയെ കോർപ്പറേഷനിലേക്ക് മത്സരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറി, ചാനൽ ചർച്ചകളിലെല്ലാം കോൺഗ്രസിന്റെ പരിചിത മുഖം, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മീഡിയ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ദീപ്തി മേരി വർഗീസ് ഏറ്റവും ഒരു നഗര ഹൃദയ മേഖലയായ കലൂർ സ്റ്റേഡിയത്തിന്റെ ആ ഡിവിഷനിൽ വാർഡിൽ മത്സരിക്കുന്നു. അത്തരത്തിൽ ഫോർട്ട് കൊച്ചിയിൽ സമ്പന്നയായ, ഒരുപക്ഷെ കോൺഗ്രസ് ജയിച്ചാൽ മേയറായി പോലും പരിഗണിക്കപ്പെടാൻ കഴിയുന്ന ഷൈനി മാത്യുവിനെ പോലെയുള്ള സ്ഥാനാർത്ഥികൾ മത്സരിപ്പിക്കുന്നു. അത്തരത്തിൽ നഗരമേഖലയിലൊക്കെ കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ച് പരിചയസമ്പത്തിനും യുവത്വത്തിനും എല്ലാം ഒരേപോലെ പ്രാമുഖ്യം നൽകുന്ന സ്ഥാനാർത്ഥി പട്ടികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയത്, അതായത് കോർപ്പറേഷനിൽ. അതോടൊപ്പം തന്നെ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഇത്തരത്തിൽ തന്നെ നമുക്ക് സ്ഥാനാർത്ഥികളെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ്. VD സതീശന്റെ ഒരു പ്രവർത്തനം, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ ഉയരുന്ന ജനവിരുദ്ധ വികാരം, കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ, വർഗീയമായി സംസ്ഥാനത്തെ വിഭജിക്കാൻ നടക്കുന്ന സംഘപരിവാറിന്റെ നീക്കം, RSSന്റെ നീക്കം, ശബരിമലയിലെ സ്വർണ്ണമോഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിൽ ചർച്ചാ വിഷയമാകും. എറണാകുളം പോലെയുള്ള ഒരു നഗരങ്ങളിൽ അത് ചർച്ചാ വിഷയമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ
പള്ളിത്തർക്കവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച അഴകുഴമ്പൻ നയം അത് ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. അത് ചർച്ചാ വിഷയമാകും. മുനമ്പം ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട സമരം ചർച്ചാ വിഷയമാകും. അവിടെ മുനമ്പത്തെ ജനങ്ങളെ BJP പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. മുനമ്പം സമരസമിതി രണ്ടായി പിളരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്ന് കോൺഗ്രസ് പറഞ്ഞതാണ് ശരിയെന്ന് ഇപ്പോൾ മുനമ്പത്തെ ജനങ്ങൾ തിരിച്ചറിയുകയാണ്. അത്തരത്തിൽ വലിയ വികാരം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക്, അതായത് BJPക്കും CPM-നുമെതിരായി ഉയരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് എറണാകുളം ജില്ല കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം നേടാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസുകാർ പ്രതീക്ഷിക്കുന്നത് ഇത്തവണ എറണാകുളത്ത് ഒരു മിന്നും വിജയം ഉണ്ടാകും. മറ്റു ജില്ലകളിൽ വിജയം ഉണ്ടാകില്ല എന്നല്ല, അതിനേക്കാൾ മികച്ച വിജയം, മറ്റിടങ്ങളിലേക്കാൾ മികച്ച. കാരണം കഴിഞ്ഞ തവണ വലിയ പരാജയം കേരളത്തിലെമ്പാടും നേരിട്ടപ്പോഴും കോൺഗ്രസ് പിടിച്ചു നിന്നത്, കോൺഗ്രസ് തല ഉയർത്തി നിന്നത് എറണാകുളം ജില്ലയിലാണ്. ആ എറണാകുളം ജില്ലയിൽ ഇത്തവണയും വിജയം ആവർത്തിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്ന ഇത്തവണ BJP-യെയും CPM-നെയും മാത്രമല്ല 4 പഞ്ചായത്തുകൾ, അതായത് കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിൽ 2020 എന്ന് പറയുന്ന ഒരു അരാഷ്ട്രീയ കൂട്ടായ്മയുണ്ട്. അടിമ ഉടമ ബന്ധത്തിന്റെ പശ്ചാത്തലം, പഴയ ജന്മി കുടിയാൻ വ്യവസ്ഥ പോലെ ഈ കിറ്റക്സ് മുതലാളി പറയുന്നതനുസരിച്ച് ആ മുതലാളിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തന്റെ അടിമകളാക്കി കുറെ ആളുകളെ വെച്ച് ആളുകൾക്ക് മോഹന സുന്ദര വാഗ്ദാനം നൽകി അവരെ കബളിപ്പിക്കുന്ന 2020-യെ കൂടി ഈ തെരഞ്ഞെടുപ്പിനകത്ത് പരാജയപ്പെടുത്തുക എന്നൊരു വലിയ ലക്ഷ്യം കോൺഗ്രസിനുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ ഒരു BD സതീശനും കോൺഗ്രസിനും എതിരായിട്ട് ഒരു വാർത്ത വന്നതാണ്. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ 2020-യുടെ സ്ഥാനാർത്ഥിയായി പോയപ്പോൾ BD സതീശൻ ഫോണിലൂടെ സംസാരിക്കുന്നത് എന്ത് സഹായം വേണോ ചെയ്തുതരാം, പാർട്ടിയിൽ ചേർത്ത് നിർത്തും എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം പുറത്തു വിട്ടുകൊണ്ട് അത് കോൺഗ്രസിനെതിരായിട്ട് എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു സംശയം, സ്വന്തം പാർട്ടിയിലുള്ള ഒരു പ്രവർത്തകൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ തിരിച്ചു വിളിക്കുക എന്ന് പറയുന്നത് അത്ര വലിയൊരു തെറ്റാണോ? അല്ല, ഒരിക്കലുമല്ല. ശരിക്കുമുള്ള ഒരു നേതാവ് ചെയ്യേണ്ടത് അത് തന്നെയല്ലേ? തീർച്ചയായും. ഈ ഓഡിയോ സംഭാഷണം അല്ലെങ്കിൽ ഈ ഫോൺ സംഭാഷണം പുറത്തു വരുന്ന തൊട്ട് തലേ ദിവസം കേരളം മറ്റൊരു സംഭാഷണം കേട്ടിട്ടുണ്ട്. പാലക്കാട് അട്ടപ്പാടിയിൽ ഒരു CPM പ്രവർത്തകനായിരുന്ന ഒരു വ്യക്തി അവിടെ സ്വതന്ത്രനായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക കൊടുത്തപ്പോൾ CPM നേതാവ് വിളിച്ചിട്ട് പറഞ്ഞു നിന്നെ ഞങ്ങൾ കൊല്ലുന്നു. പക്ഷേ ഇപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാം, നമ്മൾ പാർട്ടിയിൽ കൂട്ടായ പരിശ്രമത്തിൽ നമുക്ക് വിജയിക്കാൻ, ഞാൻ നേരിട്ടിടപെട്ട് നിങ്ങളുടെ പ്രശ്നം തീർത്തുതരാൻ. 2 ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഒരു ഭാഗത്ത് 51 വെട്ടുവെട്ടി തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്കെതിരെ സംസാരിക്കുന്നവനെ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പാർട്ടിക്കെതിരെ സംസാരിക്കുന്നവനെന്നല്ല, തലേ ദിവസം വരെ പാർട്ടിയോടൊപ്പം നിന്ന് പാർട്ടിയുടെ എല്ലാത്തിനും കൂടെ നിന്ന ഒരാളെയാണ് അടുത്ത ദിവസം പാർട്ടിയെ വിമർശിച്ചതിന്റെ പേരിൽ കൊലപ്പെടുത്തുന്നത്. അതായത് ഒരു കാലത്ത് CPM-ന് വേണ്ടി തന്റെ യുവത്വവും തന്റെ വിദ്യാർത്ഥി ജീവിതവും എല്ലാം CPM-ന് വേണ്ടി ഹോമിച്ച, CPM-ന് വേണ്ടി മാറ്റിവെച്ച ആ പ്രദേശത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരോട് അവിടെ കോൺഗ്രസുകാരാണ് കൂടുതൽ. ഈ ഒഞ്ചിയം TP ഭാഗത്ത് വരുമ്പോ ഒഞ്ചിയത്ത് കോൺഗ്രസിനെതിരെ നിരന്തരം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസുകാരെ ആ പ്രദേശത്ത് നിന്നും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിച്ച വ്യക്തി TP ചന്ദ്രശേഖരനെ ഒരു നേരം പോലെ ഇരുന്ന സമയത്ത് CPM-ന്റെ മൂല്യച്യുതി ചൂണ്ടിക്കാണിച്ചതിൽ വെട്ടിക്കൊലപ്പെടുത്തിയ രാഷ്ട്രീയ സംസ്കാരം CPM കാണിച്ചത്. പക്ഷെ ഇവിടെ VD സതീശൻ കാണിച്ചത് അതല്ല. അദ്ദേഹം ചേർത്ത് നിർത്താൻ ശ്രമിച്ചു. നിങ്ങളുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, അല്ലാതെ നീ കോൺഗ്രസ് വിട്ടുപോയാൽ നിന്നെ ഞങ്ങൾ അങ്ങനെ കൈകാര്യം ചെയ്ത 2 സംസ്കാരം തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ പ്രതിഫലിച്ചത്. അതോടൊപ്പം തന്നെ ആ ഒരു സംസ്കാരം തന്നെയാണ് എറണാകുളത്ത് കോൺഗ്രസിനെ ആളുകൾ ചേർത്ത് പെടുത്തുന്നത്. മലബാറിലെ പല മേഖലകളിൽ ഇപ്പോഴും CPM ജയിച്ചു വരുന്ന CPM-നോടുള്ള സ്നേഹം കൊണ്ടല്ല, അവരെ പേടിച്ചിട്ട് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്യുന്ന ആളുകളാണ്. CPM-ന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഇന്ന് എതിരാളികളില്ലാതെ 15 സീറ്റിൽ ജയിച്ചെന്ന് CPM പറയുന്ന ആന്തൂർ ഉൾപ്പെടുന്ന പ്രദേശത്ത് അന്ന് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന K സുധാകരൻ 8000 വോട്ടിൽ ലീഡ് ചെയ്തതാണ്. പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിൽ K സുധാകരൻ ലീഡ് ചെയ്തതാണ്. MV ഗോവിന്ദന്റെ തളിപ്പറമ്പ് മണ്ഡലത്തിൽ K സുധാകരൻ ലീഡ് ചെയ്താണ്. ഇത് ഭയന്നിട്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഭയന്നിട്ട് അവിടെ മത്സരിക്കാൻ ആരും തയ്യാറാകുന്നില്ല. പറ്റും. അവനൊരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ ഇവർക്ക് സുധാകരൻ മത്സരിച്ച് അദ്ദേഹത്തിനെ പോയി ആക്രമിക്കാൻ, അദ്ദേഹത്തെ കൊലപ്പെടുത്താനുള്ള ധൈര്യം CPM-നില്ല. ഇതൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി ഒരാൾ മത്സരിക്കുമ്പോൾ അവന് 24 മണിക്കൂറും അവനെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിക്ക് സാധ്യമാകുന്നില്ല, പോലീസിന് പോലും സാധ്യമാകുന്ന കാര്യം. കാരണം അയാൾക്ക് അയാളുടെ ആവശ്യങ്ങൾക്ക് പുറത്തു പോകേണ്ടി വരും, അയാളുടെ മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് പോകേണ്ടി വരും. അപ്പൊ അവരെ എങ്ങനെ സംരക്ഷിക്കുക? പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ അതിന്റെ ഒരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ
കണ്ണൂരിലെ CPM-കാരടക്കം ഇത്തരം ഒരു സാഹചര്യം വരുമ്പോഴാണ് അവർ വോട്ട് ചെയ്തവരുടെ പ്രതിഷേധം പ്രതിഫലിപ്പിക്കുന്നത്. CPM അവിടെ ജയിച്ചു കയറുന്നു എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഭയപ്പെടുത്തിയാണ് ജയിക്കുന്നതെങ്കിൽ എറണാകുളത്തേക്ക് വരുമ്പോൾ കോൺഗ്രസ് അങ്ങനെയല്ല ജയിക്കുന്നത്. ഇവിടെ ആർക്കും മത്സരിക്കാം. ഈ 2020 പോലത്തെ രാഷ്ട്രീയ പാർട്ടിയൊന്നും ഈ കണ്ണൂരിലോ കാസർഗോഡോ കോഴിക്കോടിന്റെ ഉത്തര മേഖലകളിലൊന്നും ഇല്ല. അവിടെയുള്ള CPM-ഉം കോൺഗ്രസും BJP-യും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇത്തരം പാർട്ടികൾ മാത്രമാണ്. ഈ അരാഷ്ട്രീയ കൂട്ടങ്ങളൊന്നും അവിടെയില്ല. ഇവിടെ ആർക്കും മത്സരിക്കാം, ആർക്കും തെരഞ്ഞെടുപ്പിൽ നേരിടാം, ആർക്കും പ്രചരണം നടത്താം. പക്ഷെ അവിടെ ജനങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത് ചോദിച്ചാൽ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളോട് ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. അരാഷ്ട്രീയതയെ അല്ല, ജനങ്ങൾക്ക് താല്പര്യം വികസനത്തിലൂന്നിയ രാഷ്ട്രീയത്തെയാണ്. ജനങ്ങൾക്ക് താല്പര്യം സമാധാനത്തിന്റെ രാഷ്ട്രീയത്തെയാണ്, ജനാധിപത്യത്തിലൂന്നിയ ഒരു രാഷ്ട്രീയം. അതാണ് ജനങ്ങൾക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് എറണാകുളം പോലെയുള്ള നഗര കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ കോൺഗ്രസിനെ ജനങ്ങൾ ചേർത്ത് പിടിക്കുന്നത്. അത് വരും തെരഞ്ഞെടുപ്പുകളിൽ, അതായത് 9-ാം തീയതിയാണ് എറണാകുളത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ എറണാകുളം കോർപ്പറേഷൻ, കൊച്ചി കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിനോടൊപ്പം മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തുകളിലും നഗരസഭകളിലും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ഉജ്ജ്വലമായ വിജയം നേടി എറണാകുളം ജില്ലയിലെ 95% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി അധികാരത്തിൽ വരുമെന്ന ശുഭപ്രതീക്ഷയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ പങ്കുവെക്കുന്നത്. ആ പ്രതീക്ഷ പങ്കുവെക്കുന്നവർ കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. കോൺഗ്രസ് ഭരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ അവർക്ക് വേണ്ടിയുള്ള ഭരണസമിതികളായിരുന്നു ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നഗരങ്ങളിലെ വോട്ടർമാർ ചർച്ചയാവും. അവർക്കറിയാം ആർക്ക് വോട്ട് കുത്തണമെന്ന്. തങ്ങൾ പോയി ചോദിക്കേണ്ട ആവശ്യമില്ല. അവർ കോൺഗ്രസിന് അനുകൂലമായി വിധി എഴുതുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് കോൺഗ്രസ് പങ്കുവെക്കുന്നത്.